കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം വിവരിക്കുന്ന വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. അടുത്തിടെ കേരളം കണ്ട മഹാപ്രളയം ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച ഒരു മേഖലയാണ് ചാലക്കുടി. ആ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും പ്രളയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമുള്ള അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ചാലക്കുടിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ആർക്കൊപ്പം നിൽക്കും കണ്ടു തന്നെ അറിയണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും മഹാപ്രളയം ചാലക്കുടിയിലെത്തുകയാണ്. വിവാദമായി ആണെന്ന് മാത്രം. പ്രളയം ഏറ്റവുമധികം നാശനഷ്ടമുണ്ടാക്കിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ചാലക്കുടി. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണത്തെ ശക്തമായി പ്രതിരോധിച്ച സർക്കാർ നവകേരള നിർമ്മാണവുമായി മുന്നോട്ടു പോകുമ്പോഴാണ് പ്രളയ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സർക്കാരിന് ഇരുട്ടടിയായിരിക്കുന്നത്. പ്രളയത്തിന്റെ കാരണം ഡാം മാനേജ്മെന്റിലെ പാളിച്ചയാണെന്നും ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. റിപ്പോർട്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിൽ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിക്കുന്നു. ഒരു ചെറിയ വിഷയം പോലും തിരഞ്ഞെടുപ്പിൽ ആരും ആയുധമാക്കും എന്ന് ഉറപ്പായിരിക്കെ ചാലക്കുടിയിൽ ഇത്തവണ തലയ്ക്ക് മുകളിൽ പൊങ്ങിയ വെള്ളത്തിൽ പ്രതിപക്ഷം ആരോപണത്തോണി ഇറക്കും എന്ന് ഉറപ്പ്. മത്സരിക്കാനില്ല എന്ന് ആദ്യം പറയുകയും പിന്നീട് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്നും ഇന്നസെന്റ് കളം മാറി ചവിട്ടിയതോടെ വെട്ടിലായ CPM നേതൃത്വം ഒടുവിൽ ഇന്നസെന്റിനെ തന്നെ ചാലക്കുടി കടക്കാൻ തുഴയേൽപ്പിച്ചു. നടൻ എന്ന നിലയിൽ ഓക്കെ, പക്ഷേ പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇന്നസെന്റ് അത്ര ഓക്കെയാണോ എന്ന പരീക്ഷണമാണ് ഇത്തവണ. തികച്ചും രാഷ്ട്രീയക്കാരനായ ഇന്നസെന്റിനെയാകും ഇത്തവണ വോട്ടർമാർ വിലയിരുത്തുക. കഴിഞ്ഞ തവണ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഇന്നസെന്റ് ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലാണ് വോട്ട് തേടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെ കാണുമ്പോഴുള്ള താല്പര്യവും നമ്മളതൊക്കെയാണല്ലോ നോക്കുക. പെട്ടെന്ന് ആൾ കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ ആൾക്കാർ അടുക്കളയിൽ നിന്നും ഇവിടുന്ന് ഓടി വരിക, അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഈ പാർട്ടിയായിട്ട് വല്ലാതെ അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു ചിഹ്നത്തിൽ കുത്താനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ പാർട്ടി പറഞ്ഞത് അവർ കേൾക്കും, എന്താണെങ്കിലും അവർ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ഈ ചിഹ്നത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കയ്യടി, അതിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു കയ്യടി. പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പാർട്ടിയോടുള്ളവരുടെ ഒരാവേശം എന്താണെന്നുള്ളത്. നമ്മളെക്കാളും മുമ്പുള്ള ആളുകളാരും ഇങ്ങനൊരു വികസന പ്രവർത്തനം ചാലക്കുടി മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഞാൻ ഇവിടെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഈ ഹൈമാസ് ലൈറ്റ്. അത് 132 ഹൈമാസ് ലൈറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്കൂളുകൾക്ക് ബസ് കൊടുത്തിട്ടുണ്ട്. 28 സ്കൂളുകൾക്ക് ബസ് കൊടുത്തു. 77 സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. MP ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതും പറയാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മുടെ ആളുകളും അല്ലാത്ത ആളുകളൊക്കെ എന്നോട് സഹകരിച്ചിരുന്നു. VM സുധീരന്റെ എതിർപ്പ് കാരണം കഴിഞ്ഞ തവണ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ബെന്നി ബെഹനാനാണ് ചാലക്കുടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പാർട്ടിയിലെ ഉൾപോരിന്റെ ഭാഗമായുള്ള അത്തരം തിരിച്ചടികളൊക്കെ പഴങ്കഥയാക്കി വർദ്ധിത വീര്യത്തോടെയാണ് ബെന്നി ബെഹനാൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായത്. UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തെ പരിക്കേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൺവീനറാണ് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ നേരിടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവസാന നിമിഷം പരസ്പരം മാറിയതിലെ ആശയക്കുഴപ്പവും അഭിപ്രായ വ്യത്യാസവും കാരണമായിരുന്നു കഴിഞ്ഞ തവണ ഇന്നസെന്റിന്റെ ജയം എളുപ്പമാക്കിയത്. ആം ആദ്മി പാർട്ടി 35,000-ലധികം വോട്ട് പിടിച്ചതും അന്ന് കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു. ഇത്തവണ അനുകൂലമായ അന്തരീക്ഷമാണെന്നാണ് ബെന്നിയുടെയും കോൺഗ്രസിന്റെയും വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു ട്രെൻഡാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്.
ഞങ്ങളെല്ലാ ബന്ധപ്പെട്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ വിജയിക്കണം. ദേശീയ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എവിടെയാണ് വികസനം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുന്നു, അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. ഈ നിയോജകമണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ. 2 നദികൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. അതൊന്ന് പെരിയാറും അതുപോലെ തന്നെ ചാലക്കുടിയാറും. ഇത് കരകവിഞ്ഞൊഴുകുകയല്ല ചെയ്ത്, ഇത് ദിശ മാറി ഒഴുകിയ നദികൾ. ആ സമയത്താണ് ഇവിടെ ഒരു പൊതുപ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത്. എൻ്റെ അടുത്ത സ്നേഹിതൻ ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഇവിടെയുണ്ട്. എൽദോസ് കുന്നപ്പള്ളി, ശ്രീ സജീന്ദ്രൻ, അതുപോലെ തന്നെ ശ്രീ അൻവർ സാദത്ത്, ശ്രീ റോജി ജോൺ, ഇത്രയും പേരാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ MLA മാർ. ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു മാത്രമല്ല, ഈ പ്രളയം കഴിഞ്ഞിട്ടും പ്രളയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച, വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള അതിൻ്റെ പുനർനടപടികൾ ഈ MLA മാരുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നൊന്നും ഈ നിയോജകമണ്ഡലത്തിലെ പാർലമെൻറ്റ് മെമ്പർ, എൻ്റെ സ്നേഹിതൻ, ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന പരാതിയാണ് ജനങ്ങൾക്കുള്ളത്. വലിയ ആക്ഷേപമാണുള്ളത്. അതുകൊണ്ടൊരു പൊതുപ്രവർത്തകന്, ജനപ്രതിനിധിക്ക് വേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം. ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. അതില്ല എന്ന് എൻ്റെ പരാതിയല്ല. ഈ നിയോജകത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്നപ്പോൾ ജനങ്ങൾ പറയുന്നത് അന്നൊന്നും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇപ്പോഴും അതിനെക്കുറിച്ച് ഗൗരവത്തിലെടുത്തിട്ടില്ല എന്ന പരാതിയാണുള്ളത്. സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ മോശമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരാതിയാണ്. ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല, നവോത്ഥാനമില്ല, നവകേരളമില്ല, നരഹത്യയാണ് കേരളത്തിൽ നടക്കുന്നത്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു മുദ്രാവാക്യം കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ എന്നതാണ്. കൊലപാതകത്തെ ന്യായീകരിക്കുന്ന, കൊലയാളികളെ മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് ഇടതുപക്ഷ മുന്നണിയുടെ. അതിനെതിരെയുള്ള വിധിയെഴുത്തൂടെ ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ BJP 1 ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി ചാലക്കുടി മാറിയതും. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ 10 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടന്ന് സമരത്തെ സജീവമാക്കി നിർത്തിയ AN രാധാകൃഷ്ണനെ തന്നെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ കാരണവും മറ്റൊന്നല്ല. BJP അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചാലക്കുടി. കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ഇപ്പോൾ NDAക്ക് അനുകൂലമായിട്ടാണ് സാഹചര്യം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾക്കെതിരായി വലിയൊരു ജനകീയമായ രീതിയിലുള്ള തരംഗം കേരളത്തിലാണ്. നിങ്ങൾ കണക്കാക്കേണ്ട പഴയ ബാലൻസ് ഷീറ്റ് വെച്ചല്ല. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40 നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് 30,000-ൽ പരം വോട്ട് കിട്ടി. ഈ തൃപ്പൂണിത്തുറ തന്നെ ഏതാണ്ട് 30,000 വോട്ട് കിട്ടിയതാണ്. അങ്ങനെ 40 അസംബ്ലി മണ്ഡലങ്ങളിൽ ആ വോട്ടുണ്ട്. അത് 2 ലക്ഷത്തിൽ പരം വോട്ടുള്ള ഒരുപാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ സാധ്യതകളുടെ വെളിച്ചത്താണ് ഇവിടെ കാണേണ്ടത്. ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്താണ് സ്ഥാനാർത്ഥി കണ്ടെത്തുന്നത്. അതൊക്കെ ജനങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ സാധ്യതയുണ്ട്. എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കറിയാം ഇന്ത്യ ഭരിക്കണം മോഡിയാണ്. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് ജനക്ഷേമ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലക്സ് ബോർഡിൽ പോസ്റ്ററിൽ ഫോട്ടോ വരുത്താമെന്നല്ല, അതിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ അവർക്ക് വേറെ റോളില്ല. കാരണം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 10% പോലും സീറ്റില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തിയത് പാഴാക്കണ്ട എന്ന് ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ നിലവാരവും എറണാകുളം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. അതൊരു നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുടെ സമാനമായ രീതിയിലാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഡെവലപ്പ് ചെയ്തില്ല. ഇപ്പോൾ അഹമ്മദാബാദൊക്കെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ കുംഭമേളയാണ്. കുംഭമേളയിൽ നിങ്ങൾ അവിടെ പുഷ്പം ആറിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, ആ ഗംഗാനദിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് അത് നേരെ പോയി ഫാക്ടറിയിൽ പോകും. അത് സംസ്കരിച്ചെടുക്കുകയാണ്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ നടക്കും. നമ്മുടെ ഇവിടെ എന്താ സ്ഥിതി? വഹി തൃപ്പൂണിത്തുറയുടെ മുമ്പിലോ ഇവിടേക്ക് നിങ്ങൾ നോക്കുക, വേസ്റ്റ് ഇങ്ങനെ കൂടിക്കിടക്കുക. ഒരു പഴയ പോലെയാണ്. ഡ്രൈനേജ് സിസ്റ്റം ഇല്ല, മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ഏർപ്പാടുകളില്ല, കുടിവെള്ളം ഇതും കൂടി അങ്ങനെ ക്ലംപ് ചെയ്ത് കിടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സർക്കാർ ഞാൻ മനസ്സിലാക്കി ഈ 2 മുന്നണികളും അയ്യപ്പ വിരുദ്ധ മുന്നണികളാണ്. 2 പേരുടെ നിലപാട്. ഇപ്പോൾ പിണറായി വിജയൻ പോലീസിനെ നിരത്തിർത്തി ഷൂസിട്ട ആളുകളെ കൊണ്ടുപോയി ശബരിമല തകർക്കാൻ ശ്രമിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിൻ്റെ ഉള്ളിൽ കൂടി തകർക്കാൻ, സമരത്തെ പൊളിക്കാൻ ശ്രമിച്ചു. അയ്യപ്പ പ്രക്ഷോഭത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ 2 പേരും ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ അമർഷമുണ്ട്. ഇത് ശബരിമല വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, പൊതുവായി വിശ്വാസികളുടെ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വാസികൾ, 2% നിരീശ്വരവാദികളുള്ളൂ. 98% വിശ്വാസികളാണ്. ഏതെങ്കിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസം. ഈ 98% ആളുകളും ഈ 2 മുന്നണിക്കെതിരായ നിലപാട് സ്വീകരിക്കും.
നമസ്കാരം.